പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് കർത്താവിൻ്റെ മുമ്പിലേക്കാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്കാണ്. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ മുമ്പിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ പ്രശ്നങ്ങളെയും നിങ്ങളുടെ സങ്കടങ്ങളെയും സമർപ്പിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യാനുഭവവും അത്ഭുതകരമായ വിമോചനവും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഹൃദയങ്ങളെ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന കുടുംബങ്ങളെ, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും ഡെലിവറൻസ് കൊടുക്കുവാനുമാണ്. കാരണം ഈ ഒരു കാലഘട്ടം ഡെലിവറൻസ്, വിമോചനം ആവശ്യമായ ഒരു കാലഘട്ടമാണ്. കാരണം മനുഷ്യൻ വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. മാരകമായ രോഗങ്ങൾ, നിയന്ത്രിക്കാനാവാത്ത കടബാധ്യതകൾ, നിയന്ത്രിക്കാനാവാത്ത കലഹങ്ങൾ, തകർച്ചകൾ, വിശ്വാസക്കുറവുകൾ, പ്രാർത്ഥനയില്ലായ്മകൾ, കടബാധ്യതകൾ, കുടുംബ തകർച്ചകൾ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ വ്യക്തികളിലൂടെ കടന്നു വരുന്ന തിന്മകൾ, കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്രക്രിയകളും അവയോടുള്ള ഭയപ്പാടുകൾ, എല്ലാ തകർച്ചകൾ, പലപ്പോഴും അതുമൂലമാണെന്ന് കരുതുന്ന ആ മാനസിക അവസ്ഥകൾ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നിങ്ങളെ അവയിൽ നിന്നെല്ലാം മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ സന്നിഹിതനായിരിക്കുന്നത്. നിങ്ങളുടെ അകാരണമായ ഭയങ്ങളെയും നിങ്ങളുടെ ദുഃഖങ്ങളെയും നിങ്ങളുടെ തടസ്സങ്ങളെയും, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളെയും, കല്യാണ തടസ്സങ്ങളെയും, പറമ്പിൻ്റെ കച്ചവടങ്ങളെയും, ലോൺ എടുക്കാനുള്ള തടസ്സങ്ങളെയും, അടുത്ത ലോൺ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥകളെയും, വിദേശത്ത് പോയിട്ട് ആഗ്രഹിക്കുന്ന ജോലി കിട്ടാത്ത അവസ്ഥകളെയും, വിദേശത്ത് പോയ മക്കൾ വഴിതെറ്റിപ്പോയ അവസ്ഥകളെയും, ലോൺ എടുത്ത് പഠിച്ചിട്ട് ലോൺ തിരിച്ചടക്കാൻ മനസ്സ് കാണിക്കാതെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകളെയും ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ വാതരോഗങ്ങൾ, നിങ്ങളുടെ ലിവറിൻ്റെ രോഗങ്ങൾ, നിങ്ങളുടെ കിഡ്നി രോഗങ്ങൾ, നിങ്ങളുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നിങ്ങളുടെ അപസ്മാര രോഗങ്ങൾ, നിങ്ങളുടെ ശ്വാസം മുട്ടലുകൾ, നിങ്ങളുടെ വിട്ടുമാറാത്ത തലവേദനകൾ, പ്രിയപ്പെട്ട മക്കളെ, ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും അനുഭവത്തിലേക്ക് കടന്നു വരിക. പൈശാചികമായ ചിന്തകളിലൂടെ, പൈശാചികമായ പ്രവൃത്തികളിലൂടെ കടന്നു വന്നിട്ടുള്ള നാരകീയ സാത്താൻ അന്ധകാര ശക്തികൾ നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ പറമ്പിനെയും ജീവിത സാഹചര്യങ്ങളെയും ബിസിനസ്സിനെയും തൊഴിൽ മേഖലകളെയും മലിനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ശത്രുക്കളിലൂടെ, ശത്രുജീവികളിലൂടെ, വന്യമൃഗങ്ങളിലൂടെ, അസൂയകളിലൂടെ, മാരകമായ രോഗങ്ങളിലൂടെയും മാരകമായ പാപങ്ങളിലൂടെയും ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ജീവിതം അസ്വസ്ഥതപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇതാ കർത്താവിൽ ആശ്രയിക്കാനുള്ള ഒരു വലിയ വിളിയാണ് ഡെലിവറൻസിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അന്ധകാര ശക്തികളും തിന്മകളും നെഗറ്റീവ് എനർജികളും ബാധകളും രോഗങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും പൈശാചികമായ തിന്മകളും നിങ്ങൾക്കിടെ നാശത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ക്ഷുദ്രക്രിയകളും ആഭിചാരങ്ങളും കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും
തിന്മയുടെ അരൂപികളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തകർക്കപ്പെടുക. എല്ലാ രോഗാണുക്കളും ഇപ്പോൾ തകർക്കപ്പെടുക. എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ തകർക്കപ്പെടുക. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയേന്ന് വിളിക്കുമ്പോൾ, കർത്താവേന്ന് വിളിക്കുമ്പോൾ, വിശ്വാസത്തോടെ ഇതിലെ വചനം കേൾക്കുമ്പോൾ, വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിന് ഡെലിവറൻസ് കിട്ടുകയാണ്, മോചനം കിട്ടുകയാണ്. നിങ്ങളുടെ വീടിൻ്റെ ബന്ധനങ്ങൾ, തകർച്ചകൾ, ആദിവ്യാധികൾ യേശുനാമത്തിൽ വിട്ടുപോകുകയാണ്. എല്ലാ തിന്മകൾ വിട്ടുപോകുക, കാലുവേദനകൾ വിട്ടുപോകുക, ഉദരസംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറുക, മനസ്സിലെ ഭാരങ്ങളും ശരീര തളർച്ചകളും യേശുനാമത്തിൽ വിട്ടുമാറുക. കരങ്ങൾ ഉയർത്തി കർത്താവ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, കർത്താവിൻ്റെ ആത്മാവേ, ഇറങ്ങി വരണമേ. ഈ ദൈവജനത്തെ ബലപ്പെടുത്തണമേ, വിടുതൽ കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ. ആമീൻ. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള വിഷയം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:31-32. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഏത് കൂടോത്രങ്ങള്, ഏത് ശത്രുക്കള്, ഏത് ശാപങ്ങള്, ഏത് തിന്മകള്, ഏത് ആഭിചാരങ്ങള്, ഏത് നിഗൂഢ പ്രവൃത്തികള് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പ്രിയപ്പെട്ട മക്കളെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിലും അധികാരത്തിലും വിശ്വസിച്ചുകൊണ്ട്, ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കിപ്പോഴ് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക ദൈവവും കർത്താവുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും അവിടുത്തെ ശരീരത്തെ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായെന്ന് ദൃഢമായി ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ വസ്തുവകളെയും പൊതിയണമേ. കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്താൽ എൻ്റെ വീട്, എൻ്റെ വീട്ടിലെ ഓരോ അംഗങ്ങള്, എൻ്റെ ശുശ്രൂഷകള്, എൻ്റെ തൊഴിൽ മേഖലകള്, സാമ്പത്തിക മേഖലകള്, സ്ഥാപനങ്ങള് പൊതിയപ്പെടട്ടെ. എൻ്റെ കുടുംബത്തിനെതിരെ, എനിക്കെതിരെ പ്രവർത്തിക്കുന്ന, എൻ്റെ ശുശ്രൂഷകൾക്കെതിരെ, എൻ്റെ തൊഴിൽ മേഖലകൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരിക ശക്തികളും, അന്ധകാര സേനകളും, ദുഷ്ടാത്മ സംഘങ്ങളും, പൈശാചിക വ്യൂഹങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. പരദൂഷകരെ, കൂടോത്രക്കാരെ, മന്ത്രവാദികളെ, സാത്താൻ സേവക്കാരെ, സർപ്പദോഷക്കാരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നിർവീര്യമാക്കുന്നു. എൻ്റെ കുടുംബത്തിൽ രോഗങ്ങളും ശല്യങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ, രക്തത്താൽ തകർത്ത് കളയുന്നു. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന എല്ലാ നാരക ശക്തികളെയും, ദുരാത്മ സേനകളെയും, ദുഷ്ടാത്മ ശക്തികളെയും നസറേയനായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷയെ അച്ഛൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. 13-ാം തീയതി ജൂൺ 13 അന്തോനിസൂന്യാളൻ്റെ പെരുന്നാളാണ്. ഈ പള്ളിയിലേക്ക് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്കും തുടർന്ന് നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷയിലേക്കും അതിനുശേഷമുള്ള
ഊട്ടുനേർച്ചയിലേക്കും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കുർബാന കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ അച്ഛൻ്റെ ശുശ്രൂഷയുണ്ട്. അതിനുശേഷം എല്ലാവർക്കും ഊട്ടുനേർച്ച വെഞ്ചരിച്ച് നൽകും. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്ന എല്ലാവരെയും, പറ്റുന്ന എല്ലാവരെയും നിങ്ങൾ ഈ കാര്യം പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാവരെയും അറിയിക്കണം. അന്തോനീസ്യാളൻ്റെ നാമത്തിൽ ഇവിടെ വന്നാൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ പള്ളിയിൽ വളരെയധികം പഴക്കമുള്ള വിശ്വാസമാണ് വിശുദ്ധ അന്തോനീസിനോടുള്ള വണക്കം. നിങ്ങളെയും ഞാൻ പ്രത്യേകം ക്ഷണിക്കുക. ഈ ദിവസങ്ങളിൽ ഊട്ടുനേർച്ചയ്ക്ക് നിങ്ങളെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചാൽ കുഞ്ഞു സഹായങ്ങൾ നൽകാനായിട്ട് പറഞ്ഞിരുന്നു. അനേകം പേരത് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഊട്ടുനേർച്ചയിൽ കുഞ്ഞു അപ്പോൾ ദൂരെ വരാൻ സാധിക്കില്ലെങ്കിലും അവരും ഈ പെരുന്നാളിൽ പങ്കുചേരുകയാണ്. കർത്താവ് അവരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ആശീർവദിക്കട്ടെ. ആമേൻ.